തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ക്രമക്കേട് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാദം പൊളിയുന്നു. എസ് സുരേഷിന് ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ല എന്ന വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ 24 ലഭിച്ചു. വായ്പാ അപേക്ഷ നൽകാതെ എസ് സുരേഷ് പണം കൈപ്പറ്റിയെന്നാണ് രേഖകൾ പറയുന്നത്. അലക്സറ മുഹമ്മദ് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പറയാ അലക്സ്. പെരിങ്ങമല സഹകരണ സംഘം, പെരിങ്ങമല ലേബർ സൊസൈറ്റി സഹകരണ സംഘത്തിലെ ക്രമക്കേടും അഴിമതിയുമായി ബന്ധപ്പെട്ട 4.25 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. അതുപ്രകാരം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരിച്ചടക്കേണ്ടത് 41 ലക്ഷം രൂപയായിരുന്നു എന്ന് നേരത്തെ 43 ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന ഉത്തരവ് നേരത്തെ സഹകരണ വകുപ്പ് ഇറക്കുകയും ചെയ്തു. അത് വലിയ വാർത്തയായതിനു പിന്നാലെ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തന്നെ ഇത് തള്ളി രംഗത്തെത്തി. അതായത് വായ്പ തിരിച്ചടയ്ക്കുന്നതിലോ വായ്പ എടുക്കുന്നതിലോ ഒന്നും താൻ ഇടപെട്ടിട്ടില്ല. ഈ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു താൻ. പക്ഷേ മറ്റു കാര്യങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ആ വാദങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളതാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. സുരേഷ് ബാങ്കിൽ നിന്ന്, അതായത് ഈ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ അല്ലെങ്കിൽ സുരേഷിന് വായ്പാ കുടിശ്ശിക ഇല്ലെന്നുള്ള വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് 24-ന് ലഭിച്ചത്. ഇതിൽ ബാങ്ക് വൈസ് പ്രസിഡന്റായിട്ടും എസ് സുരേഷ് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ലോൺ അപേക്ഷ നൽകാതെ തന്നെ വായ്പ കൈപ്പറ്റി, അതായത് പണം കൈപ്പറ്റിയിട്ടുണ്ട്. 2 വായ്പാ കുടിശ്ശികളുടെ രേഖകളാണ് 24-ന് ലഭിച്ചത്. വായ്പകൾ 2013-ലും 2014-ലുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. 25,000 രൂപ ആദ്യഘട്ടത്തിലും അത് കഴിഞ്ഞ് രണ്ടാമത് 1 ലക്ഷം രൂപയുമാണ് വായ്പകൾ എടുത്തിട്ടുള്ളത്. ഈ വായ്പകളുടെ തിരിച്ചടവ് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് ആരംഭിച്ചതെന്ന് ആ രജിസ്റ്റർ ബുക്കിന്റെ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ബാങ്കിന്റെ മറ്റു പ്രവർത്തനങ്ങൾ, അതായത് സഹകരണ സംഘത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളിൽ ബന്ധമില്ലെന്ന വാദവും തെറ്റാണ്. സുരേഷ് ഈ സഹകരണ സംഘത്തിന്റെ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തിട്ടുണ്ട്. 3 വാർഷിക പൊതുയോഗങ്ങളിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആകെ സഹകരണ സംഘത്തിന്റെ നഷ്ടം 4.25 കോടി എന്നാണ് സഹകരണ വകുപ്പ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എസ് സുരേഷ് അടയ്ക്കേണ്ട 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സർചാർജ് ഉത്തരവും 24-ന് ലഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സഹകരണ സംഘത്തിൽ നടന്നത് വലിയ ക്രമക്കേടാണ്. അത് ബി.ജെ.പി. സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്കാണ് പാർട്ടിയെ തള്ളിവിട്ടിരിക്കുന്നത്. നേരത്തെ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സഹകരണ സംഘത്തിലെ ക്രമക്കേട് പുറത്തു വന്നു. അതിന് തൊട്ടു പിന്നാലെ എം.എസ്. കുമാർ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലും സമാനമായി തന്നെ പ്രതിസന്ധി നേരിടുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തുറന്നു പറയുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് എസ് സുരേഷ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ ക്രമക്കേട് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എസ് സുരേഷിനുള്ള പങ്ക് കൂടി പുറത്തു വരുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.